വാതിൽ മലർക്കെ തുറന്നു. പ്രഭു മുറിയിലേക്ക് കാൽ വെച്ച നിമിഷം ഒരു കാട്ടുകടുവയുടെ വേഗത്തിൽ ഗ്രെഗ് ഹഡ്സൺ പ്രഭുവിൻ്റെ നേർക്ക് കുതിച്ചു ചാടി. ആ ആഘാതമേറ്റ് പ്രഭുവിൻ്റെ ശരീരം ഒന്നുലഞ്ഞു. അരനിമിഷത്തെ അമ്പരപ്പിന് ശേഷം പ്രഭു സമനില വീണ്ടെടുത്തു. പ്രഭു മിന്നൽ വേഗത്തിൽ വെട്ടിത്തിരിഞ്ഞ് ഗ്രെഗ് ഹഡ്സനെ ആക്രമിച്ചുകൊണ്ട് അലറി, "കൊല്ലും ഞാൻ!" ആ അലർച്ചയിൽ ചുവരുകൾ പോലും വിറകൊണ്ടു. പ്രഭു ഒരു അഭ്യാസിയെപ്പോലെ ഗ്രെഗ് ഹഡ്സനെ തൂക്കിയെടുത്ത് ചുവരിലടിക്കാൻ ആഞ്ഞു. അപകടം മണത്തറിഞ്ഞ പീറ്റർ പാർക്കർ ഒരു ചീറ്റപ്പുലിയെപ്പോലെ കുതിച്ചു ചാടി. അയാളുടെ വലത് കാൽപാദം നെഞ്ചിലേൽപ്പിച്ച ആഘാതത്തിൽ പ്രഭുവിൻ്റെ ശരീരം വിറകൊള്ളുന്ന കൊടിമുടി പോലെ ഒന്നുലഞ്ഞു. ആ അരനിമിഷം ഗ്രെഗ് ഹഡ്സന് ധാരാളമായിരുന്നു. കുതറി മാറിയ അയാൾ സ്വന്തം ശരീരം ഒരമ്പു പോലെ പ്രഭുവിൻ്റെ നേർക്ക് പായിച്ചു. വയറിൽ തലകൊണ്ടടിയേറ്റ് പ്രഭു പിന്നിലെ സോഫയിലേക്ക് മലർന്നു വീണു. അടുത്ത നിമിഷം കീശയിലെ ബലമുള്ള ചരട് പ്രഭുവിൻ്റെ കഴുത്തിൽ കുരുക്കി പിന്നാക്കം വലിക്കുന്ന ഗ്രെഗ് ഹഡ്സനെ പീറ്റർ പാർക്കർ കണ്ടു. "അനങ്ങിയാൽ കൊന്നുകളയും, അടങ്ങ്!" ഗ്രെഗിൻ്റെ ആജ്ഞാശക്തി നിറഞ്ഞ ആ ശബ്ദം പ്രഭുവിൻ്റെ വീര്യം കെടുത്തിയെന്ന് പീറ്റർ പാർക്കർക്ക് തോന്നി. കിതപ്പോടെ പ്രഭു സോഫയിൽ തളർന്നിരുന്നു. അവരിരുവരും ചേർന്ന് പ്രഭുവിൻ്റെ കൈകാലുകൾ സോഫയോട് ചേർത്ത് വരിഞ്ഞുകെട്ടി. പ്രഭു നിസ്സഹായനായി സോഫയിലിരുന്നു കൊണ്ട് ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, "മാന്യരെ, കൊല്ലുന്നെങ്കിൽ ഒറ്റ വെടിക്ക് കൊല്ലൂ. എന്തിനാണിങ്ങനെ പീഡിപ്പിക്കുന്നത്?" പ്രഭുവിൻ്റെ ധൈര്യം ചോർന്നുപോയി എന്നവർക്ക് തോന്നി. എങ്കിലും ദയ അർഹിക്കാത്ത എതിരാളിയാണ് പ്രഭു എന്ന് ആ നിമിഷം വരെ അവർ വിശ്വസിച്ചു. അതുകൊണ്ട് പ്രഭുവിൻ്റെ വാക്കുകൾക്ക് ഗ്രെഗ് ഹഡ്സൺ ഇങ്ങനെ മറുപടി നൽകി, "താങ്കളെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒറ്റ വെടിക്ക് കൊല്ലാമായിരുന്നു. എന്നാൽ ഇരയെ കെണിവെച്ച് പിടിക്കുന്നതിൽ രസമുള്ള വേട്ടക്കാരുണ്ട്. മാത്രമല്ല, താങ്കളെക്കുറിച്ചും ഈ ഭീകരമായ താഴ്വരയെക്കുറിച്ചും ഞങ്ങൾക്ക് കൂടുതൽ അറിയണം. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് താങ്കൾ നൽകുന്ന മറുപടിയെ ആശ്രയിച്ചിരിക്കും താങ്കളുടെ ജീവിതവും മരണവും." അപ്പോൾ ഗ്രെഗ് ഹഡ്സനെ നേരിയ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പ്രഭു പറഞ്ഞു, "ഞങ്ങൾ മരണത്തെ ഒരിക്കലും ഭയപ്പെടുന്നവരല്ല. എൻ്റെ കുടുംബത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വിഡ്ഢിത്തം പറയുമായിരുന്നില്ല. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പോരാളികൾക്കും മരണം ഭയപ്പെടേണ്ട ഒന്നല്ല. സദാ ഒപ്പമുള്ള സഹയാത്രികനാണ്. ഓരോ പോരാട്ടത്തിലും മരണം അവരുടെ തൊട്ടു പിന്നിലുണ്ട്." പ്രഭു പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുന്നത് പോലെ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. അപ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, "ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം മറുപടികളല്ല. ഞങ്ങൾക്ക് പലതും അറിയണം. അതറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഭീകര താഴ്വരയിൽ എത്തിയത്. നിരപരാധികളായ ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ തടവിൽ പാർപ്പിച്ചത്, ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയത്? അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അതിൻ ഫലം അനുഭവിക്കും." പീറ്റർ പാർക്കർ അത് പറഞ്ഞപ്പോഴേക്കും ഗ്രെഗ് ഹഡ്സൺ തോക്ക് പ്രഭുവിൻ്റെ ശിരസിനു നേർക്ക് ചൂണ്ടിക്കഴിഞ്ഞിരുന്നു. "പീറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ വെടിയുണ്ടകൾ പാഴാക്കരുതെന്നും അതിനാവശ്യം വരുമെന്നും? ഇതത്തരം ഒരവസരമാണ്." തൻ്റെ ശിരസിനു നേരെ ചൂണ്ടിയ നിറത്തോക്ക് കണ്ട പ്രഭു പറഞ്ഞു, "മിസ്റ്റർ, നിങ്ങളുടെ വിരലിൻ്റെ ചെറിയ ചലനത്തിന് എൻ്റെ തലയോട്ടി തകർക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. എന്നാൽ വല്ലേഷ്യൻ പ്രഭുക്കന്മാർ ഇത്തരം ചാബല്യത്തിന് മുൻപിൽ അടിയറവ് പറയുന്നവരല്ല. സ്വന്തം ജീവിതവും സുരക്ഷിതത്വവും മഹത്തായ ലക്ഷ്യങ്ങളെക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് കരുതുന്നവരുമല്ല. അതുകൊണ്ട് ആ തോക്ക് താഴ്ത്തൂ." ഭീഷണി കൊണ്ട് പ്രഭു വഴങ്ങുകയില്ലെന്നും അനുനയപ്പെടുത്തിയില്ലെങ്കിൽ ഈ താഴ്വരയുടെ മഹാരഹസ്യങ്ങൾ പ്രഭുവിനൊപ്പം ഒടുങ്ങുമെന്നും ഗ്രെഗ് ഹഡ്സന് തോന്നി. അയാൾ തോക്ക് താഴ്ത്തി. പ്രഭുവിൻ്റെ കണ്ണുകളിൽ നിന്നും ക്രൂരഭാവം അല്പം മാഞ്ഞു പോയതുപോലെ ഗ്രെഗ് ഹഡ്സന് തോന്നി. അപ്പോൾ പ്രഭു പറഞ്ഞു, "സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ മഹത്തായ പാരമ്പര്യം നിലനിർത്തണം എന്നല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ പണിത കോട്ട, ഞങ്ങളെ വിശ്വസിച്ച ജനസമൂഹങ്ങൾ, അവയ്ക്കിടയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത് തെറ്റാണോ?" "ഒരിക്കലുമല്ല," അവർ ഒന്നിച്ചു പറഞ്ഞു. അപ്പോൾ പ്രഭു തുടർന്നു, "എൻ്റെ പാരമ്പര്യം നിലനിർത്താൻ ഞാൻ ശ്രമിച്ചു. അത് ചിലരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. എതിർത്തവരോട് ഞാൻ പൊരുതിയിട്ടുണ്ടാവാം. എൻ്റെ കുടുംബം ഈ നാടിനു വേണ്ടി അനുഭവിച്ച ദുരിതങ്ങൾ, എൻ്റെ പൂർവികർ ഒഴുക്കിയ രക്തപ്പുഴകൾ, അതേക്കുറിച്ച് നിങ്ങൾക്കെന്തറിയാം? അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാനൊരു ക്രൂരതയും കാട്ടിയിട്ടില്ല." "അപ്പോൾ ഈ താഴ്വരയിൽ ഭീതി വിതച്ചത് നിങ്ങളും കുടുംബാംഗങ്ങളും കൂടിയാണല്ലേ?" ഗ്രെഗ് കോപം കൊണ്ട് ചുവന്ന മുഖത്തോടെ ചോദിച്ചു. "അതെ, ഞങ്ങൾക്കതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഡ്രാക്കുള കുടുംബത്തിൻ്റെ അനേകം ശാഖകൾ റൊമാനിയയിലും ഹംഗറിയിലുമുണ്ട്. എന്തിന്, ഇംഗ്ലണ്ടിലെ നിങ്ങളുടെ രാജകുടുംബത്തിന് പോലും ഞങ്ങളുടെ ഒരു ശാഖയുമായി അടുത്ത ബന്ധമുണ്ട്." "ഓഹോ,
അത്രയും മാന്യനായ താങ്കൾ എന്തിന് ഞങ്ങളെ വേട്ടയാടി, ഈ തടവറയിൽ അടച്ചു? എന്തിനാണ് ഹെർമൻ ഇവിടെ വന്നത്? ആരാണ് വെള്ളവസ്ത്രമണിഞ്ഞ് സുഗന്ധം പൂശി നടന്ന ആ പ്രഭുകുമാരി? നൂറ്റാണ്ടുകൾക്ക് മുൻപേ മരിച്ച അവരുടെ ചിത്രമല്ലേ ഇത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി വേണം. പീറ്റർ പാർക്കർ ഒരാജ്ഞ പോലെ ആവശ്യപ്പെട്ടു. അപ്പോൾ മന്ദഹസിച്ചുകൊണ്ട് ചുവരിലെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രഭു പറഞ്ഞു, എല്ലാം ഇപ്പോൾ നിങ്ങൾ അറിയാൻ പോകുന്നു. പറയാം, കേട്ടോളൂ.